സ്നേഹത്തോടെ മിഠായി വെച്ചു കൊടുക്കുന്നതിന് പകരം മേശപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുത്ത വി മുരളീധരന്റെ പെരുമാറ്റം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. കുട്ടികളുടെ സംരക്ഷണത്തിനും അന്തസ്സിനും വേണ്ടി നിലകൊള്ളേണ്ട ജനപ്രതിനിധികൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ഉദ്ഘാടകയായ മന്ത്രി കെ എ തുളസി നോക്കി നിൽക്കുമ്പോഴായിരുന്നു MLAയുടെ വിവേചനപരമായ നടപടി എന്നതാണ് ഏറെ കൗതുകകരം. കുട്ടികൾക്ക് വേഗത്തിൽ മിഠായി വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് മേശപ്പുറത്ത് ഒന്നിച്ചു നൽകിയതെന്നും ഇതിൽ മറ്റ് ഉദ്ദേശങ്ങളോ വിവേചനമോ ഇല്ലെന്നുമാണ് സംഭവത്തിൽ വി മുരളീധരന്റെ വിശദീകരണം. തന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായി. സുഹൃത്തുക്കളെ, അത് അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം മറുപടി പറയുകയുള്ളൂ എന്നറിയാം. എന്നാൽ വി മുരളീധരൻ എന്ന് പറയുന്ന BJPയുടെ ആ നേതാവിനെ നമുക്ക് വെറുതെ വിടാമെന്ന് ഞാൻ പറയുന്നത്. കാരണം അത്രക്കാരിൽ നിന്ന് മറ്റൊരു രീതിയിലുള്ള ഒരു പ്രതികരണം നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ആ മുമ്പിലിരിക്കുന്നത് ദളിത് പെൺകുട്ടികളാണ്, ദളിത് കുട്ടികളാണ്. ഈ ദളിതരോട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ BJPക്കാർ പൊതുവെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പശു സംരക്ഷണത്തിന്റെ പേരിലും ബീഫ് സംരക്ഷണത്തിന്റെ ആ ഒരു മാംസ സംരക്ഷണത്തിന്റെ പേരിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ദളിതരൊക്കെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ ഇന്ത്യ. ആ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇവരുടെ ഈ ഒരു BJPയുടെ ഒപ്പം അല്ലെങ്കിൽ ആ ആശയം പിന്തുടരുന്ന ആൾക്കാരാണ് എന്നുകൂടി നമുക്കറിയാം. പക്ഷേ എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും ആ ഒരു BJP MLA ചെയ്തത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് എന്ന് ദളിത് മന്ത്രിയായിട്ടൊക്കെ അവരെ പേരെന്തുവാണ് കേക്കട്ടെ. കുട്ടികൾക്ക് വേഗത്തിൽ മിഠായി വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് മേശപ്പുറത്ത് ഒന്നിച്ചു നൽകി എതിർക്കപ്പെടേണ്ടതാണ്. ഉദ്ഘാടകയായ മന്ത്രി കെ എ തുളസി ഉദ്ഘാടക കെ എ തുളസി, എനിക്ക് അവരെ പെട്ടെന്ന് അവർ പേര് മറന്നുപോയി. എന്തായാലും കെ എ തുളസി എന്ന് പറയുന്ന അധ്യാപികയായിരുന്നുള്ള നല്ല ചിന്താശേഷിയുള്ള ആ ഒരു കോൺഗ്രസ് മന്ത്രിക്ക് എന്തുകൊണ്ടാണ് ആ പ്രവൃത്തി ആ ഒരു അറ്റ് ടൈമിൽ തന്നെ അതൊരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇനി അപ്പോൾ തോന്നിയില്ല, പെട്ടെന്ന് തന്നെ ആ രീതിയിലേക്ക് അവരുടെ ബുദ്ധിയൊന്നും ഉദിച്ചില്ല, അല്ലെങ്കിൽ ആ ചെയ്യുന്നതൊക്കെ സാധാരണ കാര്യമാണ് എന്ന് അവർക്ക് തോന്നിയിരിക്കാം. ശരി, ആ ഒരു നിമിഷത്തിൽ തന്നെ അതൊരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കാണുന്നത് എന്താ കൈ കൊണ്ട് കൊടുത്തൂടെ എന്ന് നമുക്ക് ചോദിക്കാനൊക്കെ തോന്നുമെന്നുള്ളതാണ്. അത് ഇവർക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഇവരെ മനസ്സിന്റെ ഉള്ളിൽ ഇത്തരം സംഗതികളൊന്നും പ്രവർത്തിക്കുന്നില്ല, അത്തരം ബോധങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് BJPക്കാരെ അറിയില്ല, അല്ലെങ്കിൽ BJPക്കാർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന തോന്നലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴേ അവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വേണം കരുതാൻ. എന്തൊക്കെയാലും നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ചില ദൃശ്യങ്ങളിലൊന്ന് പ്രോട്ടോക്കോളും മറ്റൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്കാരനായിട്ടുള്ള ഒരാൾക്ക് സംസാരിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നത് കണ്ടു. അത് എതിർത്തതാകട്ടെ ഒരൊറ്റ ആള് മാത്രമാണ്, അത് പിണറായി വിജയൻ സഖാവ് മാത്രമാണ്. വേറൊരാളും അതിനെ എതിർത്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം. വേണമെങ്കിൽ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇനി അത് ഇതിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പോവാനും സാധ്യതകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഒറ്റ മിനിറ്റ്, സോറി കേട്ടോ സുഹൃത്തുക്കളെ, അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിരിക്കുന്നു. എന്തൊക്കെയായാലും ഇന്നലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് പ്രോട്ടോക്കോൾ എല്ലാം മറികടന്നിട്ട് BJP MLAക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദമൊക്കെ കൊടുത്തത്. അത് അറ്റ് ടൈം തന്നെ എതിർക്കുകയും ചെയ്തു. എതിർക്കുന്ന സമയത്ത് തന്നെ സ്പീക്കർ ചോദിക്കും ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ അവരെ ശത്രുക്കളാക്കണോ എന്നാ ചോദിക്കുന്നത്. ശത്രുക്കളാക്കേണ്ടവരെ തുടക്കത്തിൽ തന്നെ ശത്രുക്കളായിട്ട് മാറ്റി നിർത്തപ്പെടുക തന്നെ വേണം. ചില ആളുകളൊക്കെ നമ്മുടെ കേരളം എങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയും, എങ്ങനെ മുന്നോട്ട് പോകണ്ട, നല്ല രീതിയിലൊന്നും ഒരു തരത്തിലും മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾ നമുക്ക് മാറ്റി നിർത്തപ്പെടുക തന്നെ വേണമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവെ BJPയെ വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അത് ഇവിടെയും നടക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ നിങ്ങൾ നിയമസഭ നടക്കുന്ന സമയത്തൊക്കെ അവിടേക്ക് ഉറ്റുനോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് BJPക്കാരെ കൈവിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ്സുകാരുടെ കയ്യിലുണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സമയമായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒന്ന് എതിർത്ത് സംസാരിക്കാൻ കെ എ
തുളസി എന്ന് പറയുന്ന ആ ഒരു ദളിത് മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? എത്ര അനുചിതമായ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടികൾക്കത് ബോധ്യമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ കൊച്ചുങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ടാകും. തങ്ങളെ മുമ്പിലേക്ക് പണ്ടത്തെ എന്താ പറയുക, പാണനും പറയനും കഞ്ഞി കുടിക്കാനും വേണ്ടിയിട്ട് കുഴി കുത്തിയിട്ട് അതിൽ ഇല വാട്ടി വെച്ചിട്ട് അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്ന ഒരു രീതികൾ, പട്ടികൾക്കൊക്കെ ചോറ് വെച്ചു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊടുക്കണ പോലത്തെ രീതികൾ, അത്തരത്തിലുള്ള രീതിയാണ് അവിടെ അവലംബിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനാ രീതിയിലൊന്നല്ല. ഇനി കാര്യങ്ങളൊക്കെ മൊത്തം മാറി മറയും, അതല്ല ഇതല്ല എന്ന രീതിയിലൊക്കെ സംഗതികളൊക്കെ വരും. എൻ്റെ അത്ഭുതം ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ ദളിത് MLA അല്ലെങ്കിൽ ദളിത് മന്ത്രി ഈ MLAക്കെതിരെ അത് ശരിയായില്ല എന്നുള്ളൊരു വർത്തമാനം പറയാത്തത്? ഒന്നും വേണ്ടെന്നേ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ മേനോൻ എന്തുകൊണ്ടാണ് ആ ഒരു പ്രവൃത്തി അനുചിതമായി പോയി, MLA അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? കേരളം മുഴുവൻ എതിർക്കുകയാണ്. ഇനി അത് നിങ്ങൾക്ക് വേണോ? കേരളം മുഴുവൻ എങ്ങനെ എതിർക്കുന്നത് കാണാൻ ഇതാ നോക്കി. ഇപ്പോൾ വലിയ ചർച്ചയാവും. മോശം, ഭയങ്കര മോശമായി ചെയ്യാൻ ഭയങ്കര ഇതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് വലിയ ആളായാലും ചെറിയ കുട്ടിയായാലും കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കൈ തന്നെ ഞാൻ കണ്ടായിരുന്നു. അത് കയ്യിൽ കൊടുക്കാമായിരുന്നു. കൊച്ചുങ്ങളല്ലേ, കൈ കൊടുക്കാമായിരുന്നു. കുഞ്ഞുങ്ങളല്ലയോ, അതിന്റെ വന്ന് കൈ കൊടുക്കേണ്ട കടമയാ. അല്ലാതെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കാൻ ആർക്കാ പാട്ടിക്ക് കൊടുക്കാൻ? കൈ എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. ഓരോരുത്തരെ കൈ കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് വെക്കുക, പിള്ളേരെടുത്തോളൂ. അതല്ലേ ശരി. കൈ കൊടുക്കണം, അതായത് ശരിയായിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കല്ലോ. അത് പിന്നെ ആദിവാസി ആയാലും ആരായാലും അത് കൈ കൊടുത്ത് സ്വീകരിക്കുന്നതാണ് അത് നല്ലത്. പിന്നെ ഇനി മന്ത്രിയൊക്കെ ആയതുകൊണ്ട് ഇനി ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും. ഇട്ട് കൊടുക്കാൻ പാടില്ല, കൈ കൊടുക്കുന്നത് അതല്ലേ മര്യാദ. കുട്ടികളെ അപ്പം വേണേ കഴിച്ചോ എന്ന ചിന്തയിൽ കൊടുക്കുന്ന ശരിയല്ല. വേണേ കഴിച്ചു ആ ചിന്തയിലാണ് ഇട്ട് കൊടുക്കുന്നതിന്റെ ഉദാഹരണം. കണ്ടില്ലേ, ആളുകളെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് മാത്രം BJPക്കാർ ചെയ്തത് എതിർക്കാൻ എന്തോ ഒരു മടി. കാര്യങ്ങളൊക്കെ ഏകദേശം ബൈ.